ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രപഞ്ചത്തിലെ ഗ്രഹഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന പഞ്ചാംഗം നമുക്ക് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്ന് 2026 ജൂൺ 14 ഒരു ശുഭ ഞായറാഴ്ചയാണ്. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി തിഥിയാണ് ഇന്ന്. കാർത്തിക നക്ഷത്രവും ധൃതിയോഗവും ചേരുന്ന ഈ ദിവസം ഏറെ സവിശേഷമാണ്. ഇന്ന് സൂര്യോദയം രാവിലെ 5:40 സൂര്യാസ്തമയം വൈകുന്നേരം 7:14 നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും ഉത്തമമായ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12 മണി മുതൽ 12:54 വരെയാണ്. എന്നാൽ വൈകുന്നേരം 5:32 മുതൽ 7:14 വരെയുള്ള രാഹുകാല സമയത്ത് പുതിയ സംരംഭങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, പ്രയാസകരമായ സാഹചര്യങ്ങളിലും അവസരങ്ങൾ കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഇടവം രാശിയിലെ ചന്ദ്രൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഉണർത്തും. ദീർഘകാലമായി നിങ്ങൾ മാറ്റിവെച്ചിരുന്ന പ്രയാസകരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയം നേടാൻ സഹായിക്കുന്ന ഒരു സവിശേഷമായ ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. പോസിറ്റീവ് ഊർജം ആകർഷിക്കാൻ ഇന്ന് നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമാണ്. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹത്തിന് പ്രാധാന്യമുള്ളതിനാൽ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുന്നത് തടസ്സങ്ങൾ നീക്കാനും നിങ്ങളുടെ ഊർജം നിലനിർത്താനും സഹായിക്കും. ഇന്നത്തെ പരിഹാരം പ്രകൃതിയോടൊപ്പം അല്പസമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ നിങ്ങൾ ഇന്ന് വലിയ ആവേശവും ദൃഢനിശ്ചയവും കാണിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള പഴയ ജോലികൾ തീർക്കാൻ ശ്രദ്ധിക്കുക. പുരോഗതി അല്പം സാവധാനത്തിലാണെന്ന് കരുതി നിരാശപ്പെടരുത്. നിങ്ങളെ തേടിയെത്തുന്ന ആവേശകരമായ മാറ്റങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറം മോവ് അഥവാ ഇളം വയലറ്റ് ആണ്. മികച്ച ഫലങ്ങൾക്കായി പ്രധാനപ്പെട്ട ജോലികൾ രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും ഇടയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് അല്പസമയം വിശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ഇടവം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ സഹപ്രവർത്തകരുമായോ ഉള്ള തർക്കങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞുമാറാൻ നിങ്ങൾ ശ്രമിക്കണം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എല്ലാവരിലും സമ്മർദ്ദം കൂടുതലായതിനാൽ അന്തരീക്ഷത്തിൽ അല്പം അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കുകയും ശാന്തത കൈവിടാതെ ഇരിക്കുകയും വേണം. നിങ്ങളുടെ വാശി കാരണം മറ്റുള്ളവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ അനുവദിക്കരുത്. ഉത്തരവാദിത്തത്തോടെ പെരുമാറിയാൽ ഇത്തരം സാഹചര്യങ്ങൾ എളുപ്പത്തിൽ ഒഴിവാക്കാം. അതിനാൽ സമാധാനമായിരിക്കുക, നിങ്ങളുടെ ക്ഷമ വർദ്ധിപ്പിക്കുക. 2026 വർഷത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം കൂടുതലായതിനാൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പരിഹാരം: മനസ്സിന് വ്യക്തത ലഭിക്കാൻ ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആശയക്കുഴപ്പങ്ങളും ഇന്ന് നീങ്ങുന്നതാണ്.
നിങ്ങളുടെ വ്യക്തിജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും ദിവസത്തിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ആവശ്യമായ വ്യക്തത ലഭിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സിൽ നിക്ഷേപം നടത്താനോ വസ്തുവകകൾ വാങ്ങാനോ ഉള്ള മികച്ച സമയമാണെന്ന് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്നത്തെ ശുഭസമയം രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. ഭാഗ്യം കൊണ്ടുവരാൻ ഇന്ന് ഇൻഡിഗോ അഥവാ കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. വ്യാഴം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിനാൽ ധ്യാനം നിങ്ങളുടെ വികാരങ്ങളെ ഏകോപിപ്പിക്കാൻ സഹായിക്കും. ഇന്നത്തെ പരിഹാരം പഴയ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് മാനസിക സന്തോഷം നൽകും. പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയേക്കാം. ഇന്ന് നിങ്ങൾ കൂടുതൽ പ്രായോഗികവും യുക്തിസഹവുമായ കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യമോ അനുഭവമോ നിങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഈ പുതിയ കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. മറ്റുള്ളവർ നിങ്ങളുടെ ഈ മാറ്റത്തെ അഭിനന്ദിക്കുകയും ചെയ്യും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് പ്രകാരം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ജീവിതത്തിലെ പുതിയ അധ്യായത്തിൻ്റെ തുടക്കമായിരിക്കാം ഇത്. നീലനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യവും പോസിറ്റീവ് ഊർജവും നൽകും. രാത്രി 8 മണി മുതൽ 10 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ ചിന്തകളിൽ വ്യക്തത ലഭിക്കുന്നതിനായി ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ ധരിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ പരിഹാരമായി ഒരു പുസ്തകം വായിക്കുക. അത് നിങ്ങൾക്ക് മാനസിക ഉന്മേഷം നൽകും. പ്രിയപ്പെട്ട കന്നി രാശിക്കാരെ, ചന്ദ്രൻ ഇടവം രാശിയിൽ നിലകൊള്ളുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് മാനസികമായ സ്ഥിരതയും ശാരീരികമായ ഉന്മേഷവും അനുഭവപ്പെടും. നിങ്ങളുടെ ആത്മവിശ്വാസം ഇന്ന് ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. അതിനാൽ ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്ന് നിങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ ആസൂത്രണം ചെയ്യുക. ഇത് നിങ്ങളുടെ ദിവസം കൂടുതൽ ഫലപ്രദമാക്കും. ദിവസം മുഴുവൻ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വലിയ പോസിറ്റിവിറ്റി നൽകും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയം തിരഞ്ഞെടുക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ചുവപ്പ് നിറമാണ് ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറം. ശനി ഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനായി ഏതെങ്കിലും രത്നമോ പുണ്യവസ്തുക്കളോ ധരിക്കുന്നത് ഗുണകരമാകും. പരിഹാരമായി ഇന്ന് പുതിയൊരു വിനോദത്തിലേക്കോ ഹോബിയിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ഇടവം രാശിയിലാണ്. നിങ്ങളുടെ ജനപ്രീതിയും അംഗീകാരവും വർദ്ധിക്കുന്ന ഒരു ദിവസമാണിന്ന്. നിങ്ങളുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കാനും നിങ്ങളെ തന്നെ തിരിച്ചറിയാനുമുള്ള സമയമാണിത്. നിങ്ങൾ ചെയ്ത എല്ലാ കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി ഇടയ്ക്കൊക്കെ വിശ്രമിക്കാനും ജീവിതം ആസ്വദിക്കാനും നിങ്ങൾ അർഹനാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം കാര്യങ്ങൾ ഇപ്പോൾ വളരെ സുഖമായി നടക്കുന്നത് നിങ്ങൾ കാണും. കാരണം ഒന്നും അപൂർണമായി അവശേഷിപ്പിക്കാത്ത വിധം നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി ഒരു ജോലിയും തടസ്സപ്പെടുകയില്ല. അതിനാൽ ഇന്ന് നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുകയും സ്വയം സന്തോഷിപ്പിക്കുകയും ചെയ്യുക. ഈ വർഷം ശനിയുടെ കഠിനമായ സ്വാധീനത്തെ സന്തുലിതമാക്കാൻ ഒരു ഭാഗ്യരത്നം കൈവശം വയ്ക്കുകയോ ധരിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരമായി ദിവസവും വ്യായാമം ചെയ്യുക. ഇത് നിങ്ങളുടെ ഊർജം നിലനിർത്താൻ സഹായിക്കും. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം കാരണം ഇന്ന് നിങ്ങൾക്ക് ജോലിയിലോ മറ്റ് പ്രധാന കാര്യങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കാനായിരിക്കും കൂടുതൽ താൽപ്പര്യം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോട് ഇന്ന് നിങ്ങൾ അല്പം വിമുഖത കാണിച്ചേക്കാം. നാളെ മുതൽ കൂടുതൽ ഊർജ്ജസ്വലമായി ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങളുടെ ഉള്ളിലെ അസ്വസ്ഥതകളും ചഞ്ചലതകളും ഇന്ന് തന്നെ മാറ്റിവെക്കുക. എന്നാൽ ചെറിയ കാരണങ്ങളാൽ നിങ്ങളുടെ തൊഴിലിനോ ബിസിനസ്സിനോ സ്ഥിരമായ ദോഷം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറം മരൂണാണ്. രാവിലെ 9 മണി മുതൽ 11 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അതീവ ശുഭകരമാണ്. ഈ വർഷം ശനിദേവൻ്റെ കഠിനമായ പാഠങ്ങൾ കാരണം ധ്യാനമോ ആത്മീയ സാധനകളോ ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസിക വ്യക്തത നൽകും.
പരിഹാരമായി ഇന്ന് ശാന്തമായ സംഗീതം ശ്രവിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം വിജയകരമായിരിക്കും. താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ പ്രൊഫഷണൽ കഴിവുകൾ മേലുദ്യോഗസ്ഥർക്ക് മുന്നിൽ തെളിയിക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങൾ നിശ്ചയദാർഢ്യമുള്ളവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ മനസ്സിലുദിക്കുന്ന പുതിയ ആശയങ്ങൾ വലുടെ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നേക്കാം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യസമയം ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെയാണ്. മരതക പച്ചയാണ് നിങ്ങളുടെ ഭാഗ്യനിറം. ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനാൽ പുതിയ അവസരങ്ങൾ ആകർഷിക്കാൻ ചില പ്രത്യേക പ്രാർത്ഥനകളോ രത്നങ്ങളോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ പരിഹാരം കൃതജ്ഞത ശീലിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കും. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, പോസിറ്റീവ് ഊർജം ഇന്ന് നിങ്ങളെ നല്ലൊരു മാനസികാവസ്ഥയിൽ നിലനിർത്തും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ക്രമരഹിതമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു മേഖല, അത് ജോലിയോ സാമ്പത്തികമോ കുടുംബപരമായ കാര്യങ്ങളോ ആകട്ടെ, അത് ശരിയാക്കാൻ ഇന്ന് സമയം കണ്ടെത്തുക. ഫയലുകൾ അടുക്കി വെക്കുക, ബജറ്റ് തയ്യാറാക്കുക, കാര്യങ്ങൾ തരംതിരിക്കുക എന്നിവയിലൂടെ നാളത്തെ ദിവസം പുതിയൊരു ഉന്മേഷത്തോടെ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. ഇടവം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം കാരണം കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ ഇന്ന് വളരെ അനുയോജ്യമായ ദിവസമാണ്. ഇന്ന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ശുഭകരമായിരിക്കും. പ്രധാനപ്പെട്ട ജോലികൾ ആസൂത്രണം ചെയ്യുന്നതിന് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം വളരെ ഉത്തമമാണ്. ഈ വർഷം രാഹു നിങ്ങളുടെ ദിനചര്യകളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ആന്തരിക സമാധാനത്തിനായി ധ്യാനം ശീലിക്കുക. ഇന്നത്തെ പരിഹാരം മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, ചന്ദ്രൻ ഇന്ന് ഇടവം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇന്ന് വളരെ മികച്ചൊരു ദിവസമായിരിക്കും. ഈ സംക്രമണത്തിന്റെ ഗുണഫലങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വ്യക്തമായി പ്രതിഫലിക്കും. അപ്രതീക്ഷിതമായ ധനലാഭത്തിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ലഭിക്കുന്ന ബോണസിലൂടെയോ വരുമാനത്തിൽ സ്ഥിരമായ വർധനവ് നിങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ന് നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ പോലും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും മനോധൈര്യവും നിങ്ങളെ അതിൽ നിന്ന് കരകയറ്റും. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം ഇളം പർപ്പിളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 വരെയുള്ള സമയം ഏറ്റവും അനുയോജ്യമാണ്. ഈ വർഷം നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സ്ഥിരത കൈവരിക്കാൻ ചില പരിഹാരമാർഗങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു പരിഹാരമായി ഇന്ന് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സുഹൃത്ത് കടന്നുവരാൻ സാധ്യതയുണ്ട്. ഈ അനുകൂല സമയം പ്രയോജനപ്പെടുത്താൻ ഇതിലും നല്ലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കാനില്ല. അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളിലൂടെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കിടയിൽ ശാന്തതയും ഏകാഗ്രതയും നിലനിർത്താൻ ഈ വ്യക്തി നിങ്ങളെ വളരെയധികം സഹായിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇത്തരമൊരു ബന്ധം ലഭിച്ചതിൽ നിങ്ങളെന്നും കടപ്പെട്ടവരായിരിക്കും. കൂടാതെ അവർക്കൊപ്പം ഒരു നല്ല ഭാവി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ ഭാഗ്യമായിരുന്നു എന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഈ വർഷം ശനിഗ്രഹത്തിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു ഭാഗ്യരത്നം ധരിക്കുകയോ ഒരു യന്ത്രം കൂടെ കരുതുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ പരിഹാരമായി ആരോഗ്യകരമായ ഒരു ഭക്ഷണം സ്വന്തമായി പാകം ചെയ്ത് കഴിക്കുക.